بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. ആദരണീയ അധ്യക്ഷരെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത KNM-ന്റെ ജില്ലാ സെക്രട്ടറി ആദരണീയനായ ഉസ്മാൻ മദനി, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരണീയ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് ഒന്നുകൂടെ നമുക്ക് ഒത്തുചേരേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് അവസാനത്തേതാവുകയില്ല. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒത്തുചേരേണ്ടി വരും. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ ഒത്തുചേരുകയും യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു പരിപാടി വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് സംഘടിപ്പിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ നാട്ടുകാർക്ക് തന്നെ ആരും പറയാതെ അറിയാവുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയ ആദർശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെയുള്ളവൻ സംസാരിച്ചിരുന്നു. അതിന് മറുപടി എന്ന രൂപത്തിൽ ഏതോ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിം എന്നും പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയുണ്ടായി. വീണ്ടും നമുക്കിവിടെ സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ ആദ്യം സംസാരിച്ച ആള് അത് കുട്ടിയായതുകൊണ്ടോ ഇനി മുതഅല്ലിമായതുകൊണ്ടോ ആ വ്യക്തിയോട് കൂട്ടിയാൽ കൂടുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അലവി സഖാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരെ കൊണ്ടുവന്നു. സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്
കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച വിഷയങ്ങൾക്കൊക്കെ മറുപടി പറയും അദ്ദേഹം എന്നാണ്. പല വിഷയങ്ങൾ മുമ്പ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതാണ്. ഈ നാട്ടുകാരായ ആളുകൾ അത് കേട്ടതാണ്. ഈ കല്ലച്ചാലിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖ് മൗലിദുമായി ബന്ധപ്പെട്ട കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ സംസാരിക്കുന്നതിനിടയിൽ ഒരു സഹോദരൻ ഒരു മൗലിദ് കിതാബുമായി നമ്മുടെ പ്രവർത്തകരുടെ അരികിൽ വന്നു. ഇതിലതുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് ആ സുഹൃത്ത് വന്നത്. നിഷ്കളങ്കമായ അന്വേഷണമാവാം. എന്നിട്ട് ശേഷം അലവി സഖാഫിയുടെ പരിപാടിയിലും ആ മൗലിദിനെ സംബന്ധിച്ച് ആ സുഹൃത്താണെന്ന് അറിയില്ല, ഏതായിരുന്നാലും ഒരു വ്യക്തി ചോദിച്ചപ്പോൾ നമ്മൾ അംഗീകരിക്കുന്ന മൗലിദ് കിതാബിലൊന്നും ആ സിദ്ദീഖ് മൗലിദ് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അലവി സഖാഫി പറഞ്ഞ മറുപടി, നമ്മൾ അംഗീകരിക്കുന്ന മൗലിദിന്റെ കിതാബുകളിലൊന്നും അതില്ല എന്നാണ്. സത്യത്തിൽ ഈ സമൂഹത്തെ, അയാളുടെ ആ ശബ്ദം കേട്ട ആളുകളെ അയാൾ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അഭംഗിയാകും എന്നതുകൊണ്ട് അത് പ്രയോഗിക്കുന്നില്ല. ആ തരത്തിലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. എന്താണെന്നറിയോ? മിനിയാന്ന് കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്തായിരുന്നു ഇയാൾക്കും അതുപോലെ റഷീദ് സഖാഫി കുറ്റ്യാടിയും നടത്തിയ ഒരു മുഖാമുഖത്തിന് മറുപടിയായിരുന്നു. അതിന്റെ കേസറ്റ് കേട്ടപ്പോഴാണ് അത്ഭുതം തോന്നിയത്. സിദ്ദീഖ് മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവരോടൊരു ചോദ്യം ചോദിച്ചപ്പോ ഈ അലവി സഖാഫി വേദിയിലുണ്ട്. ആ സന്ദർഭത്തിൽ റഷീദ് സഖാഫി കുറ്റ്യാടി പറഞ്ഞത്, അതിൽ പേരോട് സഖാഫിയും അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിന് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ വിശദമായി ആ സിദ്ദീഖ് മൗലിദും അതിന് റഷീദ് സഖാഫി കുറ്റ്യാടി നൽകുന്ന വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും അതിന് പേരോട് പറയുന്ന മറുപടിയും നമുക്ക് കാണാനുണ്ട്. എനിക്കുള്ള സങ്കടം അതല്ല. ആ റഷീദ് സഖാഫി കുറ്റ്യാടി അയാൾ പറയുന്ന അതേ വേദിയിൽ അലവി സഖാഫിയുണ്ട്. ആ വേദിയിൽ വെച്ചിട്ടാണ് കുറ്റ്യാടി സഖാഫി പറയുന്നത് അതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞേക്കാമെന്ന് പേരോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് അയാൾ പറയുന്നതോ നമ്മൾ അംഗീകരിക്കുന്ന മാലയിൽ അതില്ല. ഞാൻ പറയുന്നു, ഇവിടത്തെ അപ്പുറത്ത് പരിപാടി സംഘടിപ്പിച്ച സഹോദരങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇഖ്ലാസോടെയാണ് അവരപ്പുറത്ത് പ്രവർത്തിക്കുന്നത് എങ്കിൽ അവരുടെ മനസ്സിന് മാറ്റമുണ്ടാവാൻ ഈ സിദ്ദീഖ് മൗലിദിന്റെ വിഷയം മാത്രം മതി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് കുറെ കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ഞാനല്ല, കാര്യമായി മുസ്ലിയാക്കന്മാർ തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 2 തവണ വന്നപ്പോഴും ക്ലിപ്പ് ഇടേണ്ടി വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു ആവശ്യമുണ്ട് തോന്നിയില്ല അന്ന്. പിന്നെ ഏതായാലും അവരെ കൊണ്ട് തന്നെ അത് തുടങ്ങേണ്ടി വന്നല്ലോ. അവരിട്ട് തുടങ്ങി, അതുകൊണ്ട് നമുക്കും തുടങ്ങാറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനും ഒരു അവസരം ഉണ്ടാക്കി തന്ന അലവി സഖാഫിക്ക് നന്ദി പറയുന്നു. അതിലുപരിയായി അയാളെ കൊണ്ടുവന്ന സംഘാടകർക്ക് നന്ദി പറയുന്നു. അവർ കൊണ്ടുവന്നോണ്ടാണല്ലോ നമുക്കിങ്ങനെ LCD വെച്ചുകൊണ്ട് ഇത്രയും വിപുലമായ നിലക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അവസരം ലഭിച്ചത്. ഇനി സഹോദരങ്ങളെ, കൂടുതലായി ആമുഖത്തിന്റെ ആവശ്യം ഇവിടെയില്ല. ആരാണ് അലവി സഖാഫി എന്ന് നമ്മളൊന്ന് പരിചയപ്പെടുക. ആദ്യം ഒരാളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അയാളെ പരിചയപ്പെടണം. ആരാണ് നമ്മൾ അലവി സഖാഫി? അദ്ദേഹം ഇവിടെയും വലിയ കാര്യമായി പറഞ്ഞൊരു സംഗതി ചോദിച്ചോളൂ, സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ. മുജാഹിദീങ്ങളുടെ പരിപാടിക്ക് റേഡിയോ പോലെയാണ്, അങ്ങോട്ട് മാത്രമാണ് ഇങ്ങോട്ടില്ല. ഇൻഷാ അല്ലാഹ് അതും നമുക്ക് കാണാനുണ്ട്. ഏതായിരുന്നാലും അയാളോടുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് ആദ്യം ചില ഭാഗങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ മുമ്പ് ഒരു ആന ഫത്വ കേട്ടിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മൾ കേൾക്കാറില്ല.
എന്താണ്? അലവി സഖാഫിയോട് ഒരു ചോദ്യമാണ്. ഈ ഉറൂസുകൾക്കും അതുപോലുള്ള നേർച്ച അതുപോലുള്ള ഏർപ്പാടുകൾക്കൊക്കെ ആനയെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അതുപോലെ ചെണ്ടമുട്ടുണ്ടല്ലോ, ഇതിന്റെയൊക്കെ വിധി എന്താണ്? അപ്പൊ അലവി സഖാഫി പറയുകയാണ്, മുട്ടുന്ന വിഷയം പറയുമ്പോ മുട്ട് യാതൊരു കുഴപ്പവും ഇല്ല മാത്രല്ല നടു ഇടുങ്ങിയതാവാഞ്ഞാൽ മതി, അതിന് മാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കിയുള്ളതിന് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ ചോദിക്കുക, ആനയെ കൊണ്ടുവരാൻ പറ്റുമോ? മൂപ്പന്മാരോട് ആനക്ക് എന്താ കുഴപ്പം? ആന പാടില്ല എന്ന് ഖുർആനിലും ഹദീസിലുണ്ടോ? ആനക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് എന്ത് ചെയ്യുന്നു? ആനയെ ന്യായീകരിക്കുന്ന ആന ഫത്വ നമ്മൾ ആദ്യം കാണുക. കാരണം ഇയാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്, ആരാണ് മൂപ്പര് എന്നുള്ളത്. അപ്പൊ അയാളുടെ അടുത്ത ചോദ്യം, അല്ല അത് അന്യമതസ്ഥര ഷിആറല്ലേ? അപ്പൊ ഇയാള് പറയണം, അന്യമതസ്ഥര ഷിആറൊന്നല്ല, അവർ തുണിയെടുക്കണ്ടേ, നമുക്ക് തുണിയെടുക്കാക്കാൻ പറ്റുമോ? അവർ വെളിച്ചം കത്തിക്കുന്നുണ്ട്, നമുക്ക് വെളിച്ചം കത്തിക്കുന്നതിന്റെ എതിരുണ്ടോ എന്നും പറഞ്ഞ് അതിന് ന്യായീകരിക്കുന്ന രംഗം ആദ്യം നിങ്ങൾ കാണുക. പിന്നെ പേരോട് സഖാഫി അതിനെ എതിർക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന ആള് അലവി സഖാഫി എന്നുള്ളത് കൊണ്ട് മൂപ്പര് കൊണ്ട് തന്നെ തുടങ്ങിക്കോട്ടെ. ആന ഫത്വയുമായി തുടങ്ങുന്നു, ശ്രദ്ധിക്കും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല, അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ഉസ്താദിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുക്കുമ്പോ വലിയ വിഷയം തന്നെയാണ്, ഇടുങ്ങല് വലിയ വിഷയം തന്നെയാണ്. പറയണോ? അത് നിങ്ങൾക്ക് തിരികെയാണ്. അടുത്ത ചോദിച്ചു, വേറെന്താ മുട്ടൽ? ആനക്കെന്താ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് അറിയിക്കുന്നുണ്ടോ? ഖുർആനിൽ പറയുന്നത് ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇല്ല. വേറെന്താ? ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലേ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ? ആനല്ലേ മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുണിയെടുക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് തുണിയെടുക്കാൻ പാടില്ലല്ലോ, കാര്യമൊക്കെ മുടുങ്ങല്ലോ. മറ്റു മതസ്ഥര് കുപ്പാടിയുണ്ട്, നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ വെളിച്ചം കത്തിച്ചില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനകളെ കൊണ്ടുവരുമ്പോൾ ആറാമൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കൽ വലിയ പുണ്യാണെന്ന് നമുക്ക് വാദം കഴിഞ്ഞാൽ അങ്ങനെ ആരും മനസ്സിലാക്കും വേണ്ട. അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമാണെന്ന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാളൊരാനെ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കട നടന്നു, യാത്ര ചെയ്തു, അത് ഇസ്ലാമിന് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടോ അതിനൊക്കെ തന്നെയാണ്. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതയല്ല, ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലായിടത്തും വിഷമം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ആന ഫത്വ. കേട്ടല്ലോ നിങ്ങള്? ആ ചോദിച്ച ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഇത് അന്യമതസ്ഥര ഷിയാറല്ലേ? അപ്പൊ അതിനും ന്യായീകരണം അല്ലേ? പിന്നെ അവസാനം മുമ്പ് പറഞ്ഞു, നീ കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ ഇത് ആനായാലും കുതിരായാലും വഹാബിയായാലും ഒന്നും പറ്റൂല. നമുക്കും പറയാം ആനായാലും കുതിരായാലും കഴുതായാലും സഖാഫിയായാലും പറ്റൂല എന്നൊക്കെ നമുക്കും പറയാവുന്നതാണ്, അങ്ങനെ പറയുകയാണെങ്കിൽ എന്ന് ഓർമ്മപ്പെടുത്തുക. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇത് ആന ഫത്വ. ഇനി ചേറ്റുവ, തൃശൂർ ജില്ലയിലെ ചേറ്റുവയിൽ എന്തുണ്ടായി? അവിടെ ആന വരണ്ടൂന്ന് മാത്രല്ല, ഒരു മനുഷ്യനെ കൊന്നു. പേരോട് സഖാഫി അത് വെച്ചുകൊണ്ട് പറയാണ്, തൃശൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് വഹാബി വന്നത്, മുജാഹിദ് വന്നത്, അവിടെയാണ് ആന വരേണ്ടത്. അത് മുജാഹിദികളെ പേരിൽ. അപ്പൊ കാരന്തൂർ അങ്ങാടിയിൽ എന്ത് നടന്നാലും മർക്കസിന്റെ പേരിൽ വരവെക്കാൻ നടത്തും. ഏതായിരുന്നാലും ആ നിലക്കാണ്, പേരോടാണല്ലോ അങ്ങനെയൊക്കെയാണല്ലോ പറയാ. ഏതായിരുന്നാലും അങ്ങനെ സഹോദരങ്ങളെ, മൂപ്പര് അതിനെ എതിർത്തുകൊണ്ട് പറയാൻ. അതിന് മൂപ്പര് ആന ഇളകിയ വരണ്ട ഒരു മനുഷ്യനെ കൊല്ലുന്ന രംഗം കാണിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ആ നിലക്ക് അത് കാണിക്കുന്നില്ല. ആ ഭാഗം കവർ ചെയ്ത് പോയാൽ മതി. ഇൻഷാ അല്ലാഹ് പേരോടിന്റെ വിശദീകരണം മറ്റേ ആന ഇളകിയതിന്റെ ചെറിയ ചില ഭാഗങ്ങളും നിങ്ങൾ കാണുക. പേരോടെന്ന് പറയുന്ന പോലെ ശബ്ദം കുറച്ച് വെച്ചു കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക. ഈ അടുത്ത് തൃശൂർ ജില്ലയിൽ ആദ്യമായിട്ട് സെലഫി കേരളത്തിലുണ്ടായ തൃശൂർ ജില്ലയിലാ. അവിടെയാണ് ഏറ്റവും വലിയ തോന്നിയാസം മക്ബറയിൽ നടക്കുന്നത്.
ചേറ്റുവാൻ എന്ന സ്ഥലത്തുനിന്ന് എന്തിനായിന്നറിയോ കുറെ ചെണ്ട പൊട്ട് മക്കബറ. അലവി സക്കാഫിന്റെ ഫത്വേ നടു കുടുങ്ങിയ അതാകാഞ്ഞാ മതി. നടു കുടുങ്ങിയാലേ പ്രശ്നമുള്ളൂ. അലവി സക്കാഫിന് ഫത്വ കൊടുത്തതാ. കല്ലച്ചാല് ജനങ്ങളെ, ഈ കല്ലച്ചാലി വന്ന അലവി സക്കാഫിയില്ലേ, ആ അലവി സക്കാഫിയുടെ ഫത്വയിൽ പറഞ്ഞ അതേ ചെണ്ടയാണ് അവിടെ മുട്ടിയത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേരോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. മക്ബറിന്റെ അടുത്തുനിന്ന് നേർച്ചാന്ന് പറഞ്ഞു. പിന്നെ കുറെ ആന, ഒരാനക്ക് ഒരൊറ്റ ഹാലിളകൽ. ആനക്ക് ഹാലിളയിട്ടും കൊന്ന്, മനുഷ്യന്മാരെ കൊന്ന്. ആ കൊല്ലുന്ന ഒരു രൂപമുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചാല് ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളവർക്കെല്ലാം ബേജാറായി പോകും. ചിലർക്കെല്ലാം ഓർക്കൽ സ്വപ്നം കാണും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട, പെണ്ണുങ്ങളും നോക്കണ്ട. കാരണം ബേജാറായി പോകും. അല്ലാത്തവർ മാത്രം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആന മനുഷ്യരെ കൊല്ലുമ്പോൾ എന്ത് തോന്നിവാസം. മക്ബർ ഇങ്ങനത്തെ തോന്നിവാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ മൗലവിമാരാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്ന് ചെറുങ്ങനെ വെച്ചു വിട്ടാ മനെ, ശബ്ദമൊന്നും ഇല്ലാണ്ട് ബേജാറായി പോകും. കണ്ടാൽ അപ്പൊ ഈ നിലക്ക് ആന മനുഷ്യനെ കുത്തിക്കൊന്നു അല്ലേ? അവിടെ ഉപയോഗിച്ച ചെണ്ട നമ്മുടെ സഖാഫി പറഞ്ഞ അതേ സിഫത്തുള്ള ചെണ്ട, വിരോധിക്കപ്പെട്ട ചെണ്ടയല്ല. ഇനി ഈ ആന കണ്ട ബേജാറിൽ നിങ്ങൾ അലവി സഖാഫിന്റെ ഫത്വ മറന്നുപോകരുത്. അത് ഓർമ്മയിൽ വേണം. അപ്പോഴേ അലവി സഖാഫി പറഞ്ഞു, പേരോട് പറഞ്ഞു, എതിരാവുള്ളൂ, ബോധ്യവുള്ളൂ. അതിന് രണ്ടും കൂടെ ഒന്ന് കാണാം. ഊപ്പർ ചോദിക്കും, അലവി സഖാഫി ചോദിക്കും, ആനക്കെന്താ കുഴപ്പം? മറുപടി പേരോട് ഇങ്ങനെ പറയും. ആന മനുഷ്യരെ കൊല്ലുമ്പോൾ എന്ത് തോന്നിവാസം. മക്ബർ ഇങ്ങനത്തെ തോന്നിവാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളവർക്കെല്ലാം ബേജാറായി പോകും. ചിലർക്കെല്ലാം ഓർക്കൽ സ്വപ്നം കാണും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട, പെണ്ണുങ്ങളും നോക്കണ്ട. കാരണം ബേജാറായി പോകും. അപ്പൊ ഒരു കുഴപ്പമില്ല. ആനക്കെന്താ കുഴപ്പം മൂപ്പര് ചോദിക്കുക, ജവാബ് നമ്മളെ പേരോട് പറയും ചെയ്യാം. അപ്പൊ ഇതാണ് അലവി സഖാഫിന്റെ ഫത്വ. നിങ്ങൾ മനസ്സിലാക്കണം. ആനയെ ഈ ഉറൂസിൽ കൊണ്ടുവരാനും അതുപോലെ ഏർപ്പാടിന് കൊണ്ടുവരാനും ഫത്വ കൊടുക്കുക, പേരോടെ എതിർക്കുക, ഈ നിലക്കാണുള്ളത്. ഒന്ന്. ഇനി അലവി സഖാഫിയുടെ വേറൊരു ചോദ്യോത്തരംഗം കാണണോ നിങ്ങൾക്ക്? ആരാണ് ആള് മനസ്സിലാവണല്ലോ, അതിനാണ്. ഇത് ദുറൂസുൽ ഇസ്ലാം ഈ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അഥവാ ഇവിടെ വന്ന നമ്മുടെ സഖാഫിയുടെ ടീം, ആ ടീം അവരുടെ മദ്രസകളിൽ ഹനഫി കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന ഫിഖ്ഹിന്റെ പുസ്തകമാണ് ഈ ദുറൂസുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്. ഇതില് ഇവർ പറയുന്നു ദുറൂസുൽ ഇസ്ലാം. ഇതിന് പറയുകയാണ് ഇസ്ലാം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കൂടുതൽ പറയുന്ന വിഷയം ഇസ്ലാം കാര്യങ്ങളാണ്. അതിൽ പറയുന്നു, സ്ത്രീകൾ എവിടെയാണ് നിസ്കരിക്കുമ്പോൾ കൈവെക്കേണ്ടത്, പുരുഷന്മാരെവിടെയാണ് കൈവെക്കേണ്ടത്. അറബി മലയാളത്തിൽ പറയുന്നു, കേട്ടോളൂ. തക്ബീറിന് ശേഷം ഇടത് കൈയിന്റെ മേലെ വലത് കൈയിനെ ആക്കിക്കൊണ്ട് പുരുഷന്മാര് പൊക്കിളിന്റെ താഴെയും, പുരുഷന്മാർ പൊക്കിളിന്റെ താഴെ, സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം. സ്ത്രീകള് നെഞ്ചിന്മേലും വെക്കണം. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഒരാള് ഈ അലവി സഖാഫിയോട് ചോദിക്കുന്ന രംഗാണെങ്കിൽ കാണാൻ പോകണം. അപ്പൊ മൂപ്പരിങ്ങനെ ഉരുളാണ്. മൂപ്പർ എന്താ പറഞ്ഞത്? അതായത് ഹനഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാരുടെ വ്യാഖ്യാനമാണ് ആ കൊടുത്തത്. അഭിനന്ദന കുട്ടികളത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അത് തന്നെ പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയാണ് വെക്കേണ്ടതെന്നാണ് ഹനഫി മദ്ഹബിൽ വീക്ഷണം. സ്ത്രീകൾ അതല്ല, അതിന്റെ മേലെയാണ് വെക്കേണ്ടത്. ഏതിന്റെ പൊക്കിളിന്റെ മേലെയാണ് വെക്കേണ്ടത് എന്നതാണ് ഈ പറഞ്ഞത്. പൊക്കിളിന്റെ മേലെ നേരെ നെഞ്ച നോക്കുക. നമ്മള് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കും. എന്റെ കയ്യിലുള്ളത് സുന്നത്ത് മാസികയുടെ കോപ്പിയാണ്. 2000 ജനുവരി മാസത്തിലാണ്, 2006 ജനുവരി മാസത്തിലെ സുന്നത്ത് മാസിക. അതിലെ ബഹുമാനപ്പെട്ട കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഇന്നലെ ഇവിടെ പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഉത്തരം. ഹനഫി മദ്ഹബിലെ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ കൈവെക്കേണ്ടത് എവിടെയാണെന്ന് വിശദീകരിക്കണം. നെഞ്ചിന്മേൽ വെക്കണമെന്ന് മദാഹിബുൽ അർബയിൽ കാണാമല്ലോ, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതിന് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ടവരുടെ മറുപടി. ഹനഫി മദ്ഹബിൽ നിസ്കരിക്കുമ്പോൾ കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ്. അതിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്. മദാഹിബുൽ അർബയിൽ ചില സ്ഥലത്ത് മുജാഹിദിന്റെ വാദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നെഞ്ചത്ത് കൈവെക്കണം എന്ന് കാണുന്നത്. ആ വാദം ശരിയല്ലെന്ന് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചതാണ്. ഇത് ഉസ്താദ് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയാം. ശരിയാണ്. മദാഹിബുൽ അർബഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് 4 മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബും അംഗീകരിക്കാത്തയാളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ അതിൽ എഴുതിയ കാര്യങ്ങളിൽ പലതും അസംബന്ധങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിന് ഉപചോദ്യമാര് ഞാൻ ചോദിക്കുന്നത്, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ദുറൂസുൽ ഇസ്ലാം 3ാം ക്ലാസ്സിലേക്ക് ഹനഫി ഫിഖ് പഠിപ്പിക്കുന്ന ദുറൂസുൽ ഇസ്ലാം എന്ന് പറയുന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ആ 3ാം ക്ലാസ്സിലേക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിയമം അടിച്ചിട്ടുണ്ട്. അതിൽ സിഫത്തു സ്വലാത്ത് അദ്ദർസു സാനി വല്ലി ഷുറൂന എന്ന് പറയുന്ന പാഠത്തെ പഠിപ്പിക്കുകയാണ്. തക്ബീറിന് ശേഷം ഇടതു കൈയിന്റെ മേൽ വലതു കൈയിനെ ആക്കിക്കൊണ്ട് പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയും സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം. അപ്പൊ മുജാഹിദിന്റെ വാദം നിങ്ങളെ മദ്രസാ പാഠപുസ്തകത്തിന് കടന്നു കൂടിയോ എന്നാണ് സംശയം. അത് നിങ്ങൾ ധരിച്ചിടത്തുള്ള പെശകാണ്. അതായത് നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടുക എന്ന മുജാഹിദ് ആശയമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർക്കണം നിങ്ങൾ. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹനഫി പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ള ഒരു വീക്ഷണമാണത്. എല്ലാ പണ്ഡിതരുടെയും അഭിപ്രായമല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ വീക്ഷണം നെഞ്ചിന്റെ മുകളിൽ മുജാഹിദ് കെട്ടുന്ന ഈ കെട്ടിനെ കുറിച്ചല്ല ആ പറഞ്ഞത്. ഹനഫികൾക്കിടയിൽ ഒരു മസലയുണ്ട്. എന്താണെന്നറിയോ? ഹനഫി മദ്ഹബ് അനുസരിച്ച് കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ് പുരുഷന്മാർ കെട്ടേണ്ടത് എന്നാണ് അവരുടെ വീക്ഷണം. പുരുഷന്മാർ, സ്ത്രീകളാണെങ്കിൽ അതല്ല, അതിന് മുകളിൽ കെട്ടുക എന്ന ഈ ആശയം കുറിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറയുന്ന ഒരു ഉദ്ധരണിയാണ്. അല്ലാതെ മുജാഹിദ് കെട്ടവർ ഇവിടെ കൊണ്ടുപോയി കെട്ടണം എന്നല്ല. അത് ഒരു ഹനഫി ഇമാമും പറഞ്ഞിട്ടില്ല. ഇതാണ് അലവി സഖാഫി, ഇതാണ് മൂപ്പര്. നിങ്ങൾ ആലോചിച്ച്, ഈ 3ാം ക്ലാസ്സിലെ സാധു കുട്ടികളുടെ, അതും അറബി മലയാളത്തിൽ എഴുതിയ ഈ പുസ്തകത്തിൽ ഇമ്മട്ടും തിരിമറിയും ദുർവ്യാഖ്യാനം നടത്തുമ്പോ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാത്ത കിതാബിൽ എന്തൊക്കെ നടത്തുന്നുണ്ടാവും. വൽ യുഖസ്മാലം യുഖൽ, ബാക്കിയാണ് ഖിയാസാക്കിയ. നിങ്ങൾ ആലോചിച്ച് നോക്കതല്ലേ, ഈ സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം എന്ന വാചകത്തെ ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്യണെന്ത്? പുരുഷന്മാർ പൊക്കിളിന്റെ താഴെ വെക്കണം, സ്ത്രീകൾ അതല്ല അതിന്റെ മേലെ. ഏതിന്റെ മേലെ? ഇത് പറഞ്ഞ നെഞ്ചിന്റെ മേലെ. നിങ്ങൾ പറഞ്ഞതോ അതിന്റെ മേലെ. ഏത്? പൊക്കിളിന്റെ മേലെ. ഇതാണ് ആള്. ഇതാണ് ഇവിടെ വന്ന വലിയ മുഖാമുഖ വീരൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആളില്ലേ? ആള് ഇതാണ്. അത് പരിചയപ്പെടുന്നല്ലോ. ഇനി നമുക്ക് വിഷയത്തേക്ക് വരാം. സഹോദരങ്ങളെ, മുജാഹിദുകൾ ഈ സമൂഹത്തോട് ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞ വിഷയം, കഴിഞ്ഞ 2 തവണ ഇവിടെ പറഞ്ഞ വിഷയം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അവനെ അല്ലാതെ നമ്മൾ ആരാധിക്കാൻ പാടില്ല. ആരാധനയുടെ എല്ലാ വശങ്ങളും അവന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. ഇതല്ലേ സലഫികൾ ഈ സമൂഹത്തോട് അത്ര പ്രാധാന്യത്തോടെ പറഞ്ഞത്? ഇത് പറഞ്ഞതിന് എന്തെല്ലാം ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് മുജാഹിദുകൾക്കെതിരുണ്ടായത്? പലതുമുണ്ടായി അല്ലേ? അവർ മുസ്ലിങ്ങളെ കാഫിറാക്കുന്നു എന്ന് പറഞ്ഞു, അതുപോലെ മുശ്രിക്കാക്കുന്നു എന്ന് പറഞ്ഞു, ഇസ്ലാം എന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ ആരെയും ഇസ്ലാം എന്ന് പുറത്താക്കുന്നില്ല, ആരെയും മുശ്രിക്കാക്കുന്നില്ല, ആരെയും കാഫിറാക്കുന്നില്ല. ഇല്ലെന്ന് മാത്രമല്ല, ശിർക്ക് ചെയ്യരുത്, അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകരുത് എന്നാണ് ഈ സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഞങ്ങൾ മുശ്രിക്കാക്കുകയോ ഞങ്ങൾ കാഫിറാക്കുകയോ ശിർക്ക് ചെയ്യരുത് എന്നാണ് ഈ സമൂഹത്തോട് ഞങ്ങൾ പറയുന്നത്. ഇത് പറഞ്ഞപ്പോ മുജാഹിദ് ബാലുശ്ശേരിയുടെ കുറെ ക്ലിപ്പിട്ടുകൊണ്ട് പറഞ്ഞു, കണ്ടോ മുശ്രിക്കാക്കുന്നു, മുശ്രിക്കാക്കുന്നു, മുശ്രിക്കാക്കുന്നു. എന്നാ നിങ്ങൾ ചിന്തിക്ക് പ്രിയമുള്ളവരെ, ഒരു 4-5 ക്ലിപ്പ് നിങ്ങൾ തുടർച്ചയായി കാണാൻ പോവാണ്. ആരാണ് സംസാരിക്കാൻ പോകുന്നറിയോ? നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം. അദ്ദേഹം ആരെയൊക്കെയാണ് ഇപ്പൊ മുശ്രിക്കാക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് മുശ്രിക്കാക്കുകയാണോ അല്ലേ എന്നതും നിങ്ങൾ ആലോചിക്കണം. ആ വിഷയത്തിൽ ആദ്യമായി നിങ്ങൾ കേൾക്കുക. ചില ആളുകൾ, മുസ്ലിങ്ങൾ തന്നെയുണ്ട്, ഈ പക്ഷികളെയൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളെ പിന്നാലെ പോകുന്നു. ആസിമി പറയാൻ പോവാ. എത്ര ആൾക്കാർ, എത്ര മുസ്ലിങ്ങളെ മുമ്പ് മുശ്രിക്കാക്കുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കണ്ടേ? എന്താണ്
ഈ പക്ഷികളെയും കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ പിന്നാലെ പോയി പച്ചയായ ശിർക്കിന്റെ അംശങ്ങളിലേക്ക്, ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആര്? അമുസ്ലിങ്ങളായ ആളുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. മുസ്ലിമീങ്ങൾ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. ഏത്? തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. അത് ചെയ്യുന്നത് അമുസ്ലിങ്ങളുണ്ട്. അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. മുസ്ലിങ്ങൾ തന്നെ ഈ തനിച്ച ശിർക്കിന്റെ ഭാഗം ചെയ്യുന്നുണ്ട് എന്ന് ഖാസിമി പറയുന്നു. എത്ര ആളുകളെയാണ് അയാൾ മുശ്രിക്കാക്കിയത് എന്ന് അലവി സഖാഫി ഇനി വരുന്നുവെങ്കിൽ പറയണം. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ ഇപ്പോഴും ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ ഉണ്ടല്ലോ. എന്ത് ചില ആളുകൾ ഈ തത്തയും കൊണ്ട് നടക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ കുറെ ഈ ചീട്ടുകൾ ഉണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താല് അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആണുങ്ങൾ. ഇന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ അതും കണ്ടിട്ടില്ലേ? ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളിത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ ഒരു പക്ഷിരാ നോക്കി ഒന്ന് തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ പക്ഷി തെരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ ഈ ഷീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ചീട്ടിലെഴുതിയത്? അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള രേഖയില്ല. ഇയാളെ നുണയാത്താകുന്നു. ഏത് ഷീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്. എല്ലാ ഷീട്ടെടുത്താലും നമ്മളെ ഷീട്ട് എടുത്ത് നോക്കുമ്പോ ഒക്കെ ക്ലിയർ ആണെന്നാ പറയാ. മറ്റൊരു ഷീട്ട് എടുത്താലോ അതും ക്ലിയർ തന്നെ. ഏത് ഷീട്ടാ ക്ലിയർ ഇല്ലാത്തത്? പിന്നെ അവസാനം ഉടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും. അതിന് പിന്നെ പൈസന്റെ വല്ല വിഷയം ഉണ്ടാവും. വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളികകാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില പൂരാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പൊ പുതിയ ഒരു പൈസക്ക് അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്, മറ്റവരുടെ കാര്യത്തിൽ ഞാൻ കടക്കുന്നില്ല. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. ഇപ്പൊ ഖാസിമി ഈ തനിച്ച ശിർക്ക് ചെയ്യുന്ന എത്ര മുശ്രിക്കീങ്ങളെ പറഞ്ഞത്? എത്ര മുസ്ലിമീങ്ങളെയാണ് നിങ്ങളുടെ ഭാഷയിൽ, അലവി സഖാഫിയുടെ ഭാഷയിൽ മുശ്രിക്കാക്കിയത്? ചിന്തിക്കുക. ഒന്ന് അടുത്ത കേൾക്കണോ നിങ്ങൾക്ക്? അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഒരു ക്ലാസ് തുടങ്ങുകയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അത് ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്നതാണ്. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മുസ്ലിങ്ങളെ തന്നെയാണ്, അമുസ്ലിങ്ങളെയല്ല. അവർക്ക് അവരുടെ അധ്യാപകരുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, മതാധ്യാപകരുണ്ട്, അവര് പഠിപ്പിക്കട്ടെ. ഞാനിതുകൊണ്ട് മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബഹുദൂരം അകന്നുപോയിട്ടുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. കേൾക്കൂ. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്. പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല. അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പൊ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്.
എന്നാൽ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യകുൻ ഫീഹി മായകൂൻ, അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. അപ്പോ ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്നതാണ് വിഷയം. ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളെ തന്നെയാണ്. അവർ ഈ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് പോകുന്നുണ്ട്. ഞങ്ങള് മാത്രല്ല പറഞ്ഞത്, ഞങ്ങള് മാത്രല്ല, എല്ലാവരും പറയുന്ന കാര്യമാണ്. മുസ്ലിങ്ങൾ തന്നെ ശിർക്കിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നല്ലേ, ഇതല്ലേ ഞങ്ങൾ ഇദ്ദേഹം പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊന്ന് കേട്ടോളൂ. ഇദ്ദേഹം തന്നെ പറയുന്നു, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയിലായതുകൊണ്ട്, ഇതര മതസ്ഥരുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു സംസ്കാരത്തിലായതുകൊണ്ട് അവരുടെ ബഖിയാത്തു ശിർക്ക് നമ്മിലേക്കും കടന്നു വന്നിട്ടുണ്ട്. ആരാണ് ഈ നമ്മൾ? കേൾക്കൂ, നല്ലോണം ചിന്തിക്കണം. മഴ പെയ്തതിന്റെ പിറ്റേന്ന് രാവിലെ നമുക്കൊക്കെ ഉള്ള ഒരു സുഖക്കടാണ്. തിരുവാതിരന്റെ അകോമ്പുറവും വിഷുവിന്റെ അല്ലേ അങ്ങനല്ലേ പറയാറില്ലേ? അല്ലേ വിഷുവിന്റെ അകോമ്പുറവും ഇതൊക്കെ സത്യത്തിൽ ഈ സെക്യുലർ സൊസൈറ്റിയിൽ വന്നു പോയത് ശിർക്കിന്റെ അഹലുകാരുമായി കൂടി താമസിച്ചപ്പോ ബഖിയത്തു ശിർക്ക് നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ആ ശിർക്ക് നമ്മളിലേക്ക് കയറി വന്നതാണ്. നിങ്ങളിത് ചിന്തിക്കണം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയുടെ മധ്യത്തിൽ ജീവിച്ചു. നോക്കൂ നിങ്ങൾ, വളരെ പ്രധാനമായ ഒരു കാര്യം. അങ്ങനെയാണല്ലോ കാര്യം. അപ്പോ ഈ മിംഗ്ലിംഗ് സൊസൈറ്റിയിലായതുകൊണ്ട് ബഖിയാത്തു ശിർക്ക് നമ്മിലേക്ക് കടന്നു വന്നു. ആരായി നമ്മള്? മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നു. ആരൊക്കെയാണ് ഈ മിംഗ്ലിംഗ് സൊസൈറ്റിയിൽ ജീവിച്ചത് കൊണ്ട് ശിർക്ക് ചെയ്തു പോയ മുസ്ലിങ്ങള്? ഞങ്ങൾ മുശ്രിക്കാക്കുകയോ ഞങ്ങൾ കാഫിറാക്കുകയോ? അടുത്ത കേൾക്കണോ നിങ്ങൾക്ക്? ഇദ്ദേഹം തന്നെ പറയുകയാണ് ചില സ്ത്രീകളെ സംബന്ധിച്ച്. എങ്ങനെയുള്ള സ്ത്രീകൾ? മക്കന ധരിച്ച പെണ്ണുങ്ങൾ, നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുന്നു, വഖദ് അശ്റകത് ബില്ലാഹ്, ആ പെണ്ണുങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർത്തു. കേട്ടോളൂ നിങ്ങൾ. എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്തേ? ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, ഫഖദ് അശ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് 5 വഖത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിച്ച് നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇദ്ദേഹം പറയാണ്, വഖദ് അശ്റകത് ബില്ലാഹ്, ആ പെണ്ണ് അല്ലാഹുവിൽ പങ്കുചേർത്തു. ഏത് പെണ്ണ്? മുസ്ലിമത്തായ പെണ്ണ്, മക്കനയിട്ട പെണ്ണ്, നിസ്കരിച്ച പെണ്ണ്. എത്ര പെണ്ണുങ്ങളെയാണ് ഇയാൾ മുശ്രിക്കാത്താക്കിയത്? എന്താ നമ്മൾ അലവി സഖാഫി ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ?
ഇത് ശിർക്ക്, ഇന്നത് ശിർക്ക്, അത് ആര് ചെയ്താലും ശിർക്ക, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാ ചെയ്യുന്നത്. ഇനി മുജാഹിദ് ബാലുശ്ശേരി ക്ലിപ്പിട്ട് പറഞ്ഞെന്താ, ഹജ്ജ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട്. ചോദിക്കട്ടെ നിങ്ങളോട്, ഷിയാക്കൾ അവിടെ ഹജ്ജിന് വരുന്നില്ലേ? ഇല്ലേ? അവിടെ തൗഹീദ് ക്ലിയർ ആണെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയുങ്ങള്. ഇനി മാത്രല്ല, ഖാസിമി തന്നെ പറയാൻ പോവാണ്, എന്ത്, ഹജ്ജ് ചെയ്ത മനുഷ്യന്മാർ വരെ ശിർക്ക് ചെയ്തിട്ടുണ്ട്. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 5 ചെയ്ത് 5 ആവാൻ പോയത് എന്തിനാ? 5ാമത്തത് 5 ആവാൻ പോയത് എന്തിനാ എന്നാണ് നമ്മുടെ ഖാസിമി ചോദിക്കുന്നത്. ഹജ്ജ് ചെയ്ത ഹാജിമാർ തന്നെ ശിർക്ക് ചെയ്യുന്നുണ്ട്. കേട്ടാളി, നിലമ്പൂർക്കാര് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 5 ആകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ്. മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ 10 പറഞ്ഞത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? മന്ത്രിമാര് പോലും അതിലൊക്കെ അകപ്പെട്ടു പോകുന്നു. ശിർക്കിനെ പ്രണമിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കൂ എന്ന് കരുതിയിട്ട് വലിയ വലിയ പൂജാശാലകളുടെ മുന്നാലെ കുറിതൊടാൻ ഇട്ടുകൊടുക്കുന്നു. ആദ്യം അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ സുബദ്ധമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം സുബദ്ധമാണെന്ന് ന്യായീകരിക്കുന്നു, പിന്നെ അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ ആദ്യം സുബദ്ധവുമല്ല അബദ്ധവുമല്ല എന്ന് പറയുന്നു, പിന്നെ അവർ ഫെൽ ഡൗൺ, നാം വിശദീകരിക്കുന്നില്ല. അങ്ങനെ പലരും ഉണ്ടായല്ലോ ഇന്ത്യ ചരിത്രത്തിൽ. എവിടെ തൊട്ടാലും വേണ്ടില്ല, ഒരുത്തന്റെയും നെഞ്ചെന്ന വക്കാലത്ത് വാങ്ങിയിട്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ കാൽക്കൽ പോയിട്ടാണ് എനിക്ക് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാർ കേരളത്തിലുണ്ട്. അതൊരു വാർത്താന, മനസ്സിലായോ? അപ്പൊ ഹജ്ജ് ചെയ്ത ആളുകൾ വരെ ശിർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലേ? ഖാസിമി പറഞ്ഞു, ഇത് വേറൊരു ശൈലിയിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, വിമർശിക്കണേ, രണ്ടും വിമർശിക്കണ്ടേ. ഇനി അവിടെ അപകടമുണ്ടായി എന്നതിനെയാണോ വിമർശിക്കുന്നത്? എങ്കിൽ അതേ നിലക്ക് നിങ്ങൾ വിമർശിക്കേണ്ട മറ്റൊന്ന് കണ്ടോളൂ. അയ്യൂബ് ഖാൻ സഅദി അയാൾ പറയുകയാണ്, ഔലിയാക്കന്മാരുടെ മഖ്ബറയിൽ തീപിടുത്തുണ്ടാവൂല, വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്മാര് ബടക്കായതുകൊണ്ടാണ്. ഇതിന്റെ മുമ്പ് ഞാൻ പറയാൻ കാരണം, അങ്ങനെ മിനായിൽ ഉണ്ടായില്ലേ, മിനായിൽ തീപിടുത്തുണ്ടായില്ലേ? ഉപരി ചോദിക്കുക, അതെന്തുകൊണ്ടാ? മനുഷ്യന്മാര് വടക്കായതുകൊണ്ടാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് രണ്ടും വടക്കായതുകൊണ്ടാണ്. അതിന് വടക്കിന്റെ കാരണങ്ങൾ വേറെ വിശദീകരിച്ചു എന്ന് മാത്രം. ഏതായാലും അത് വിമർശിക്കുകയാണെങ്കിൽ അതേപോലെ ഇത് വിമർശിക്കേണ്ടതല്ലേ? ഇതെന്തേ അലവി സഖാഫിയുടെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട അയ്യൂബ് ഖാൻ സാഹിബ് പറയുന്നതിനെ വിമർശിക്കാത്തത്? ആ ഭാഗം ശ്രദ്ധിക്കൂ നിങ്ങള്. അള്ളാഹുവിന്റെ മഹാരഥന്മാരുടെ മഖ്ബറയ്ക്ക് ചുറ്റും തീപിടുത്തമുണ്ടാവില്ല. ഉണ്ടായെങ്കിൽ അത് മനുഷ്യന്മാര് ബടക്കായെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടായോ മനുഷ്യന്മാര് ബടക്കായെന്ന് മനസ്സിലാക്കുക. ഏതുപോലെ ഞാനത് പറയാൻ കാരണമുണ്ട്. ഏറുവാടി തീപിടുത്തം ഉണ്ടായില്ലോ. മുജാഹിദ് പറയും, കണ്ട ഏറുവാടി ഉണ്ടായില്ലേ, ഏറുവാടിയിൽ ഉണ്ടായില്ലേ. നമുക്കറിയാം അവർ പറയുമെന്ന്. അങ്ങനെയാണെങ്കിൽ മിനയിലും ഉണ്ടായിട്ടില്ലേ? അത് മനുഷ്യന്മാര് ബടക്കായതുകൊണ്ട്. മുജാഹിദിനെ പോലത്തെ മനുഷ്യൻ പോലെ ബടക്ക് മനുഷ്യന്മാരുണ്ട്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലത്തെ ഔലിയാക്കന്മാരെ ആക്ഷേപിക്കുന്ന മഹാരഥന്മാരുടെ ജാറങ്ങളെല്ലാം കള്ളജാറങ്ങളെന്ന് പറയുന്ന കുറെ പിഴച്ച മനുഷ്യന്മാർ ഉള്ളത് കൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചത് അത് വരികൾക്കിടയിലൂടെ മനസ്സിലാക്കുന്നു. അപ്പൊ വരികൾക്കിടയിലൂടെ മുമ്പർക്ക് പറയാ അല്ലേ? വരികൾക്കിടയിലൂടെ മൂപ്പർക്ക് പറയാം. എന്തേ അലവി സഖാഫി ഇത് നിങ്ങൾ കാണാതെ പോയത്? ഇനി ഇപ്പൊ പുതിയൊരു ക്ലിപ്പായിട്ട് നടക്കുകയാണ് നമ്മുടെ അനസ് മൗലവിയുടെ ക്ലിപ്പ്. എന്താ, മുശ്രിക്ക് എന്ന വാക്കേ അതിലില്ല എന്നും പറഞ്ഞിട്ട് അനസ് മൗലവി പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, കളവ് പറയുന്നു എന്നും പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ വാക്കിൽ വന്നൊരു മിസ്റ്റേക്ക്, വാക്കിൽ വന്നൊരു പിഴവാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെയും അതിന്റെ പിന്നാലെ പോവുകയാണ് മുസ്ലിയാക്കന്മാര്. അനസ് മൗലവി എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് വിശദീകരിക്കുന്നു. ശ്രദ്ധിക്കൂ. ഇപ്പോ ആവശ്യം കണ്ടോ, ഹജ്ജിന് വരുന്ന ആളുകൾ മുഴുവൻ മുശ്രിക്കാണ്, ആര് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കാം.
അങ്ങനെ വിശദീകരിക്കുക. അതിനിടക്ക് ഇതിപ്പോ സാധാരണ പറയാൻ നാറ്റുനോട്ടിരുന്നൊരു ക്ലിപ്പ് കിട്ടി എന്നൊരു പാട്ട് പാടുന്നത് പോലെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഒരു പുതിയ ക്ലിപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ. അതെന്തിനാ? അത് മുശ്രിക്ക് എന്ന് മുജാഹിദ് പറഞ്ഞിട്ടില്ല എന്ന് അനസ് മൗലവി. കണ്ടോ, പുതിയൊരു ക്ലിപ്പ് കൂടി. അനസ് മൗലവി പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് എന്തേ മുസ്ലിയാക്കന്മാര് മറുപടി പറയാതിരുന്നത്? ഏത് നാട്ടിൽ വെച്ചാണ് അനസ് മൗലവി അത് പറഞ്ഞത്? ആ നാട്ടിൽ എന്തേ മുസ്ലിയാക്കന്മാരെ പിന്നെ കണ്ടില്ല? എന്താ കാര്യം അറിയോ? ആ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് മുസ്ലിയാർ വന്നിട്ട് സക്കറിയ എഴുതിയ ഒരു ലേഖനം, മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം, ആ ലേഖനം എടുത്തു വെച്ചിട്ട് മുസ്ലിയാർ നീണ്ടൊരു പ്രഭാഷണം. എന്നിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ, സക്കറിയ അന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് സക്കറിയക്ക് പോലും മനസ്സിലായി അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ബോർഡ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് സക്കറിയക്ക് പോലും മനസ്സിലായി. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം മുജാഹിദ് നേതാവ്, അയാൾ പ്രസംഗിക്കുകയാണ് അവിടെ ഹജ്ജിന് വരുന്നവർ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ 5% ഉണ്ടാവുള്ളൂ, അല്ല 5 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണെന്ന് ഒരു പണ്ഡിതൻ പറയുന്നു. മുജാഹിദ് നേതാവ് പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ്. പ്രഭാഷണത്തിൽ ഈ രൂപത്തിലുള്ള പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചതിന് 1, 2, 3, 4 1 by 1 ആയി മറുപടി പറഞ്ഞ അവസാനം ഇവിടെ ചില ആളുകൾ കളിച്ചതുപോലെ ഇവിടെയും ചില ആൾക്കാർ കളിച്ചല്ലോ. ഓരോരുത്തർക്ക് 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഒക്കെ പ്രസംഗിക്കാം. പക്ഷെ മുജാഹിദുകള് പരിപാടി വെച്ചാൽ 10 മണിക്ക് അവസാനിപ്പിച്ചോണം. ആ രൂപത്തിലുള്ള മുജാഹിദുകളുടെ ശബ്ദം കേട്ടാൽ നെഞ്ചകം ഇടറുന്ന വിറക്കുന്ന ചില കോമുണ്ടല്ലോ, ആ രൂപത്തിലുള്ള കോമോടുകൾ ഈ 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം. മര്യാദ ഞങ്ങൾ പാലിച്ചു. 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ആ ഭാഗം കൂടി വിശദീകരിക്കണമെന്ന നിലക്ക് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരുള്ള ഈ ആരോപണം അവർ പറഞ്ഞപ്പോ ഹിന്ദുക്കൾ അവിടെ ഹജ്ജിന് വരുന്നു എന്ന പ്രയോഗം മുജാഹിദ് പറഞ്ഞിട്ടില്ല, ഹിന്ദുക്കൾ എന്നൊരു വാചകം അതിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് മുസ്ലിയാക്കന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തായി? അത് മുശ്രിക്കുകൾ എന്നായിപ്പോയി. ഹിന്ദുക്കൾ എന്ന് പറയേണ്ട അടുത്ത് മുശ്രിക്കുകൾ എന്നൊരു വാചകം അതിലില്ല. ഈ വാചകം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് ഇപ്പൊ അതിട്ടിങ്ങനെ മുസ്ലിയാക്കന്മാർ വരസ്. ഇതാണ് കാര്യം. എന്ത്? ആ ഹിന്ദുക്കൾ എന്നാണ് മുസ്ലിയാർ പറഞ്ഞത്. അത് എടുത്തു പറഞ്ഞപ്പോ മുശ്രിക്കെന്നായി പോയി. അത് വെച്ചിട്ട് കണ്ടോ നുണ പറയാ. അങ്ങനെ വാക്കിൽ വന്ന മിസ്റ്റേക്ക് എന്ത് പിടിക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് പേരോട് തന്നെ പറയാൻ പോവാണ്. ഒന്ന് കേൾക്കി നിങ്ങള്. അച്ചടിപ്പശമൊക്കെ സാധാരണയാണ്, വാക്കിൽ തെറ്റിപ്പോകൽ സാധാരണയാണ്, അതൊന്നും പിടികൂടാൻ പാടില്ല. പക്ഷെ മുസ്ലിയാക്കന്മാർക്ക് പിടിക്കാം, അലവി സഖാഫിക്ക് പിടിക്കാം, സഖാഫിമാർക്ക് പിടിക്കാം. ഈ പറഞ്ഞ ഒരു സഖാഫിയാണ് അല്ലേ? ഹൊസങ്കടി സംവാദത്തിൽ വെച്ച് ഗതിമുട്ടിയപ്പോ പറഞ്ഞതാണ്, അച്ചടിപ്പശകും വാക്കിൽ പിഴവൊക്കെ സാധാരണയാണ്, അതൊന്നും പിടിക്കാൻ പാടില്ല. ആ ന്യായമെന്ത്? അതേ മാനദണ്ഡമെന്ത്? മുസ്ലിയാരെ ബാധകമാക്കേണ്ടതല്ലേ നിങ്ങള്? ഇതേപോലെ സലീം ഹമദാനിയുടെ സംസാരത്തിൽ വന്ന ഒരു കാര്യവും ഇയാൾ ഇവിടെ ക്ലിപ്പാക്കിയിട്ടു. മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിരുന്നു എന്നായിപ്പോയി. പറഞ്ഞ ഉദ്ദേശം എന്താണ്? അല്ലാഹുൽ റബ്ബിൽ അവർ വിശ്വസിച്ചിരുന്നു, റബ്ബ് അള്ളയാണ്. അതേപോലെ അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ അവർ വിശ്വസിച്ചിരുന്നു, അല്ലാഹുവിനെ നിഷേധിച്ചവരല്ല എന്ന് പറയുന്നിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിരുന്നു ആയിപ്പോയി. അതെല്ലാവർക്കും അറിയാം. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിട്ടില്ല. അത് തന്നെയാണ് മുജാഹിദുകളുടെ വിശ്വാസം എന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ വിശ്വസിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് മുജാഹിദുകളും വിശ്വസിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ 4 ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയെങ്കിലും ലാഭമാണല്ലോ. എന്താണ് ആ വിഷയത്തിലുള്ള വിശദീകരണം എന്നത് സലീം ഹമദാൻ തന്നെ പറയുന്നു. മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹു റബ്ബാണ് എന്ന വിശ്വാസമുള്ളവരായിരുന്നു. അല്ലാഹുവാണ് ഖാലിഖ്, അല്ലാഹുവാണ് റാസിഖ്, അല്ലാഹുവാണ് മുദബ്ബിർ, അല്ലാഹുവാണ് മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് എന്ന വിശ്വാസമുള്ളവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അല്ലാഹുവില് അവൻ റബ്ബാണി എന്ന വിഷയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിക്കാൻ, അത് വിശ്വസിക്കാൻ അവര് കൂട്ടാക്കിയിട്ടില്ല. നിങ്ങൾക്കറിയുമോ, ഈ ഒരു സന്ദർഭം പറയുന്ന കൂട്ടത്തില് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്റെ ഒരു ക്ലിപ്പിട്ടുകൊണ്ട് മുജാഹിദുകാര് ലാ ഇലാഹ ഇല്ലല്ലാഹില് മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുള്ളവരായിരുന്നു എന്ന്
പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗത്തിലുണ്ടായ ഒരു നാക്കിന്റെ പിഴവെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഖാഫിമാര് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഇവിടെയും പരത്താൻ സാഹചര്യമുള്ളത് കൊണ്ട് ഞാൻ ഉണർത്തുകയാണ്, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹില് മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ട് എന്ന് കേരളത്തിലല്ല ലോകത്തൊരു മുജാഹിദും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, ഒരു പാമരനും പറയാൻ തയ്യാറാകുകയില്ല. ഇതാണ് കാര്യം. എന്നിട്ട് നാവിൽ വന്ന ഒരു തെറ്റ് അതെടുത്ത് വെച്ചുകൊണ്ട് കണ്ടോ എന്ന് പറഞ്ഞ് പിടിക്കാം. പേരോടോ വാക്കിൽ പിഴവൊന്നും പിടിക്കാൻ പാടില്ല, അതും കൂടി പിടിച്ചാ പിന്നെ മൂപ്പരെ കഥ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ മൂപ്പര്. അപ്പൊ ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇടക്ക് സൂചിപ്പിക്കുകയാണ്, ഈ സലീം ഹമദാനി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നെങ്ങനെ നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ ഈ പരിപാടി തന്നെ പലരും പല വിമർശനത്തോടെ കേൾക്കുന്നുണ്ടാവുമല്ലോ, അല്ലേ? ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, വേണ്ടില്ലേനി ഇപ്പൊ ഇത്ര വലുതാണ് ഇപ്പൊ നമ്മൾ ഉറക്കത്തോടുകൂടി വിചാരിച്ചിട്ടില്ല, ഇത് വേണ്ടില്ലേനി വിചാരിക്കണവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഏതായിരുന്നാലും അങ്ങനെ പലരും പല വിമർശനത്തോടെ കേൾക്കും. ഇദ്ദേഹം മുജാഹിദുകളുടെ ഒരു പ്രസംഗം ഇതുപോലെ ശ്രദ്ധിച്ചതാ. എന്തിനെന്നറിയോ? എന്താണ് മുജാഹിദുകൾ പറയുന്നത്, അവർക്ക് എന്താണ് മറുപടി കൊടുക്കാനുള്ള, അവർ പറയുന്ന വിഷയങ്ങൾ എന്താണ് നോട്ട് ചെയ്യാൻ പോയതാ ഇദ്ദേഹം. മനസ്സിലായോ? അലവി സഖാഫി വന്ന മാതിരി വരികയാണെങ്കിൽ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മൂപ്പരത്തുള്ള റെഡിമെയ്ഡ് പ്രസംഗം നടത്തി പോവാ ചെയ്തത്. ഇവിടെ നമുക്ക് മറുപടി വന്നതാ, പക്ഷേ പറഞ്ഞ വിഷയങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള സംഘാടകർക്ക് വരെ അറിയാം. ഏതായിരുന്നാലും അങ്ങനെ നോട്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹം കാര്യം ഒന്നുകൂടെ വിശദമായി കേൾക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇത്രയും കാലം നമ്മൾ കേട്ട പോലെയല്ലല്ലോ കാര്യം. ഖബർ സിയാറത്ത് നിഷേധിക്കുന്നവരല്ലല്ലോ അവര്, ഔലിയാക്കന്മാരെ തള്ളിപ്പറയുന്നവരല്ലല്ലോ അവര്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു. അദ്ദേഹം മനസ്സിലാക്കുന്നു, ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. ഒരു പക്ഷേ പ്രിയമുള്ളവരെ, അലവി സഖാഫിയെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് പരിപാടി സംഘടിപ്പിച്ചത് പലർക്കും മാറി ചിന്തിക്കുവാനുള്ള കാരണമായേക്കാം, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള കാരണമായേക്കാം എന്നതും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ അടുത്ത് 2 ആഴ്ചക്ക് മുമ്പ് എറണാകുളത്ത് ആലുവായി അടുത്ത് നടന്ന കുന്നത്തേരിൽ നടന്ന സംവാദം നമുക്കറിയില്ലേ? 7ഓളം കുടുംബങ്ങള് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. ഭൗതികമായ മറ്റു കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ല, സൗകര്യങ്ങളോ സംവിധാനങ്ങളോ കണ്ടുകൊണ്ടല്ല, മറിച്ച് ഇവിടെയുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ് എന്ന് ബോധ്യമായിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഏത് പ്രദേശം നിങ്ങൾ പരിശോധിച്ചോ അവിടെയൊക്കെ അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്ന് ഇടയ്ക്ക് സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ കാഫിറാക്കുന്നില്ല, മുശ്രിക്കാക്കുന്നില്ല, ആക്കുന്നത് പിന്നെ ആരാണ്? പേരെടുത്തുകൊണ്ട് കാഫിർ എന്ന് പറഞ്ഞത് ആരാണ്? മുർത്തദ് എന്ന് പറഞ്ഞത് ആരാണ്? മറന്നുപോയോ നിങ്ങൾ ഈ സിറാജ്? മറന്നുപോയോ നിങ്ങൾ ഈ സിറാജ്? മറക്കാൻ സാധ്യമാണോ നിങ്ങൾക്ക് ഈ സിറാജ്? ഏതാണ് ഈ സിറാജ്? അറിയുമോ നിങ്ങൾക്ക്? ഹൊസങ്ങളിൽ നടന്ന സംവാദത്തിൽ പേരോട് സഖാഫി ആകെ ഇളിഭ്യനായി പോയ ഒരു രംഗം അല്ലേ? ബഹുമാനായ ഹനീഫ് കായക്കൊടി ഇതിലൊരു ഭാഗം വായിച്ചപ്പോഴാണ് ഉള്ള ലെവലും അദ്ദേഹത്തിന് മാറിപ്പോകുന്നത് അല്ലേ? പേരോട് സഖാഫിക്ക് ആ ഭാഗം ഒന്നുകൂടെ കേട്ടോളൂ. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. കൂറ്റനാട് മുസ്ലിയാർ കാഫിറാണ്, മുർത്തദാണ്. എന്താ പ്രിയമുള്ളവരെ മുർത്തദ് എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് ഔട്ടാണ് അയാള്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടെന്ന്, കാഫിറാണെന്ന്, മുർത്തദാണെന്ന് പച്ചമലയാളത്തിൽ എഴുതി പിടിപ്പിച്ച സിറാജിന്റെ അതിന്റെ പാർട്ടിക്കാരൻ അലവി സഖാഫിയാണ് ഇവിടെ പ്രസംഗിച്ചു പോയത് എന്ന് ഈ കല്ലച്ചാല് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങള് കാഫിറാക്കി, ഞങ്ങള് മുശ്രിക്കാക്കി. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയിപ്പിച്ചത് കൊണ്ട് പറയുകയാണ്. എന്ത്? EK അബൂബക്കർ മുസ്ലിയാർ ആ മുസ്ലിയാരെ സംബന്ധിച്ച് കഫറ എന്ന പ്രയോഗം നടത്തിയില്ലേ? ഉള്ളാൾ തങ്ങൾ കാഫിറാക്കി എന്നും പറഞ്ഞ് വലിയൊരു ചർച്ച ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? മറന്നുപോയോ നിങ്ങള്? ആ ചർച്ചക്ക് അതിലിടപെട്ടുകൊണ്ട് ഉള്ളാൾ തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ EK കാഫിറാക്കി എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പിന്നെ ആരാ? CM ആണ് പറഞ്ഞത്. CM മടവൂരാണ് പറഞ്ഞത് കഫറ. അപ്പൊ ആരാണ് കാഫിറാക്കിയെന്നുള്ളതിലെ ഖിലാഫുള്ളൂ, അല്ലാതെ കാഫിർ ആക്കിയിട്ടുണ്ടോ ഇല്ലേ? ലാ ഖിലാഫ ഫീഹി. കേട്ടോളൂ നിങ്ങള്. അതേ ഉള്ളാൾ തങ്ങൾ പറയുന്ന ഭാഗം കാഫിറാക്കിയതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗം ശ്രദ്ധിക്കൂ നിങ്ങൾ. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി. ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാഫറാക്കി, ഉസ്താദിനെ കാഫറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല. കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലത്. എന്നിട്ടോ ഉള്ള ആൾക്കാരെന്താ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുയിങ്ങില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി. ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫറാക്കിയാണ്. ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂരുണ്ട്, അവര് പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോടെല്ലാം പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം മടക്കി. സലാം മടക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞോനൊക്കെ ഇവിടെ പോയി. പറഞ്ഞോ ഇവിടെ പോയാലും പറഞ്ഞപ്പോ എന്തായി? കഫറ കഫറ. എന്നിട്ട് ഇപ്പൊ ചില മുസ്ലിയാക്കന്മാർ അതിന് വ്യാഖ്യാനം പറയുന്നു. എന്താ അറിയോ? കഫറക്ക് പല അർത്ഥമുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ? അത് വേറെ അർത്ഥമാണ് ഉദ്ദേശിച്ചത്. നബിന് എത്ര വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, അതിന്റെ വ്യാഖ്യാനം എന്താണ്? ഇത് 2008 ഏപ്രിൽ 21 തിങ്കളാഴ്ച ഇറങ്ങിയ മാധ്യമം പത്രം. ഇതിൽ പറയാണ്, മുന്നൊരുക്കമില്ലാത്ത ഐക്യത്തിന് സമസ്ത തയ്യാറല്ല ചെറുശ്ശേരി. ഞാൻ സംഘടനാ പ്രശ്നത്തിൽ കിടക്കില്ല. ഇയാൾ ഇതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ്, ഇപ്പോൾ ഐക്യം പറയുന്ന വിഘടിതരുടെ മുൻകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ അവർ കാഫിറാക്കി. അതേതാ കാഫിർ? പല അർത്ഥമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതേതാ കാഫിർ? ഈ യഥാർത്ഥത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞ കാഫിർ എന്നല്ലേ? അതല്ല. എന്താന്നുള്ളത് അലവി സഖാവി വരുന്നെങ്കിൽ വിശദീകരിക്കുക. വരുന്നു തോന്നുന്നില്ല. വരുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. വരെങ്കിൽ വിശദീകരിക്കട്ടെ. സഹോദരങ്ങളെ, ഇതാണ് സംഗതി. നമ്മളല്ല കാഫിറാക്കുന്നത്, ആക്കുന്നത് പറഞ്ഞു വന്നു നോക്കുമ്പോ വാദി പ്രതിയായി അപ്പുറത്തുള്ളവരാണ് ഇപ്പൊ ആക്കിയത്. ശരി സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇത് ഈ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളെ പറ്റി ഈ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ തവണകളൊക്കെ സൂചിപ്പിച്ചതല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വല്ല രേഖയുമുണ്ടോ? അല്ലാഹു പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥന മുമ്പ് കഴിഞ്ഞുപോയ അംബിയ ഔലിയാക്കന്മാരോടുണ്ടോ? നോക്ക്, നിങ്ങള് മുമ്പ് സൂചിപ്പിച്ചതല്ലേ, വിശുദ്ധ ഖുർആനിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചില്ലേ? ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹുവോടാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹുവോടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹുവോടാണ്.
വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമാണ്. ഞങ്ങൾ പറയുന്നത്, മുജാഹിദുകൾ പറയുന്നത്, ഈ അമ്പിയാക്കന്മാരൊക്കെ ദുആ ചെയ്ത പോലെ അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യണം എന്നാണ്. പറയൂ പ്രിയമുള്ളവരെ, ഇത് അമ്പിയാക്കന്മാരുടെ മാർഗമല്ലേ? ശുഹദാക്കളുടെ മാർഗമല്ലേ? സ്വാലിഹീങ്ങളുടെ മാർഗമല്ലേ? ഔലിയാക്കന്മാരുടെ മാർഗമല്ലേ? ഇസ്ലാമിന്റെ മാർഗമല്ലേ? പുത്തനാശയമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ ആ പ്രവാചകൻ മുമ്പ് കഴിഞ്ഞുപോയ മറ്റൊരു പ്രവാചകനോട്, ഒരു വലിയനോട്, ഒരു സ്വാലിഹിനോട്, ഒരു ഷഹീദിനോട് ദുആ ചെയ്തതായി ഒരൊറ്റ വചനം പോലും ഖുർആനിലില്ല. ഇനിയോ വിശുദ്ധ ഖുർആനിൽ പല ഔലിയാക്കന്മാരുടെ പ്രാർത്ഥനകളുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ വലിയത്തുല്ലാഹി മറിയമിന്റെ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ പലരുടെയും പ്രാർത്ഥനയുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഒരു വലിയന്റെ പ്രാർത്ഥന മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ നടത്തിയതായി വിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഖുർആൻ പഠിപ്പിച്ച പോലെ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ മാതൃക കാണിച്ചെന്ന പോലെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഈ സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് പറഞ്ഞതാണോ ഈ പ്രസ്ഥാനം ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ് എന്ന് പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കണം. ഇതാണോ ഈ പ്രസ്ഥാനം ചെയ്ത തെറ്റ്? അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതോ? ഔലിയാക്കന്മാർ പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതോ? എന്താണ് ഈ പ്രസ്ഥാനം ഈ സമൂഹത്തോട് ചെയ്ത തെറ്റ്? ഇത് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവാം. ഇവർക്ക് ഔലിയാക്കന്മാരുടെ ബഹുമാനമില്ല, അമ്പിയാക്കന്മാരുടെ സ്നേഹമില്ല, ആദരവില്ല, അല്ലേ? പ്രിയമുള്ളവരെ, അമ്പിയാക്കന്മാരുടെ ബഹുമാനമില്ലാത്തവരല്ല ഞങ്ങള്, സ്നേഹമില്ലാത്തവരല്ല ഞങ്ങള്. സ്നേഹിക്കുന്നു ഞങ്ങൾ, ആദരിക്കുന്നു ഞങ്ങൾ. എങ്ങനെയെന്നോ? ഇസ്ലാം പഠിപ്പിച്ച പോലെ, ഇസ്ലാം പഠിപ്പിച്ച പോലെ ആദരിക്കുന്നു, ഇസ്ലാം പഠിപ്പിച്ച പോലെ ബഹുമാനിക്കുന്നു, ഇസ്ലാം പഠിപ്പിച്ച പോലെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയ ഔലിയാക്കന്മാരുള്ള ഇസ്തിഗാസ ഇല്ല, അവരോടുള്ള പ്രാർത്ഥനയില്ല. സ്നേഹമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അതിന്റെ പേരിൽ അവരോട് പ്രാർത്ഥനയില്ല. ഒന്ന് ചിന്തിച്ചുകൂടെ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്ത് ആ പ്രവാചകൻ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? ഔലിയാക്കന്മാരുടെ ബഹുമാനമുണ്ടായിരുന്നില്ലേ? ആദരവുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നല്ലോ. എന്തേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രവാചകനോട് പോലും ജീവിതത്തിൽ വല്ലാത്ത സന്നിഗ്ധ ഘട്ടങ്ങൾ ഉണ്ടായപ്പോ ഒരിക്കൽ പോലും വിളിച്ചു തേടിയില്ല, ഇസ്തിഗാസ ചെയ്തില്ല, കൊടുത്ത കഴിവുകൊണ്ട് ചോദിച്ചില്ല, മുഇസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ചോദിച്ചില്ല? ഒന്ന് ചിന്തിച്ചുകൂടെ പ്രിയമുള്ളവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഉണ്ടായ വല്ലാത്ത പ്രതിസന്ധി നമുക്കറിയാം. മുസ്ലിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല, യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതാണ്, അല്ലേ? ആ സന്ദർഭത്തിൽ അതാ വളരെ ന്യൂനപക്ഷം വരുന്ന മുസ്ലിം വിഭാഗം, അവരുടെ മൂന്നിരട്ടിയോളം വരുന്ന അപ്പുറത്തെ വിഭാഗം, ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്നിഗ്ധ ഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പ്രാർത്ഥിച്ചോ? സഹായം തേടിയോ? ഓ ഇബ്രാഹിം നബിയെ, അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ അത്ഭുതകരമായി ഒരു രോമത്തിന് പോലും കരിച്ചിലില്ലാതെ രക്ഷപ്പെട്ട ആളാണല്ലോ നിങ്ങള്, സഹായിക്കണേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്തിഗാസ ചെയ്തോ? ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. അത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഖുർആൻ പഠിപ്പിച്ചു, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഞങ്ങൾ പറയുന്നു, ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച പോലെ അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഒരു മുസ്ലിയാർ എഴുതിയെന്താണെന്നറിയോ? വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്നൊരു പുസ്തകമുണ്ട്. ഹാഷിം നഈമി എന്ന് പറയുന്ന ആളാണ് അത് എഴുതിയത്. ആ പുസ്തകത്തിൽ അയാൾ പറയുന്നത്, അതിന്റെ കോപ്പിയാണ്, അതിൽ ഇയാൾ പറയുന്നത് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വാദമല്ലത്രേ, ഇസ്ലാമിന്റെ വാദമല്ലത്രേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാദമല്ലത്രേ. പിന്നെയോ ആരുടെ വാദമാണ്? ഇബ്ലീസിന്റെ വാദമാണ്. അല്ലാഹു പറഞ്ഞോ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലേ, നിങ്ങൾ പറഞ്ഞോളൂ ജനങ്ങളോട്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു
പ്രാർത്ഥിക്കൂ വലാ ഉശ്രിക് ബിഹി അഹദാ